ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് ആർമിക്കുള്ളിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സാണ് എല്ലാവരും. ഇന്ന് അവിടെ എന്താ പ്രോഗ്രാം എന്ന് കേട്ടാൽ ഗുരു നാനാക്ക് ജയന്തി ആഘോഷമാണ്. അപ്പം സിഖുകാരുടെയും പഞ്ചാബിലെ ഒരു മെയിൻ പ്രധാന ഉത്സവം, അവരുടെ ഒരു പൂജ കൂടെയാണ്. അതുകൊണ്ട് അവരുടെ അമ്പലം അതിൻ്റെ അകത്ത് വച്ചിട്ടുണ്ട്, ചെറിയൊരു അമ്പലം. അപ്പോൾ അതിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. उस काल में गुरु नानक देव जी सच्चे बादशाह का प्रकट होना हुआ था। उनकी कई शिक्षाएं ऐसी है जो जीवन में आज भी अपना करके जीवन को धन्य किया जा सकता है। कई उदासियां ऐसी है जिसको जीवन में अपनाना चाहिए। जब गुरु नानक देव जी सच्चे बादशाह विद्यारंभ पढ़ाई करने के बाद कमाई करने के लिए, जिसको आज कहते हैं व्यवसाय, नौकरी, निकले थे, तो उस काल में उन्होंने, उनके पिताजी जो उनको पैसा दिए थे, उस पैसे से उन्होंने भूखे संतों को भोजन करवा दिया। सच्चे बादशाह जी सच्चा सौदा शब्द इस्तेमाल किए थे उस समय पे, कि मैंने सच्चा सौदा किया है। आज भी जीवन में जो अच्छे अपने कर्मों को करके, कमाई करके जो अपने जीवन को धन्य करते हैं, उनकी कमाई का अपने साथी मर्दाना जो उनके वादक बजा रहे थे, तो मर्दाना जी के साथ जाते हैं लालू जी के घर, और वहाँ पे एक सेठ रहते हैं। तो सेठ जी बहुत बड़ा ब्रह्म भोज किए रहते हैं। सेठ जी का नाम है मालक भागो। और मालक भागो के यहाँ बहुत प्रकार के व्यंजन बने हुए हैं, लेकिन उस व्यंजन आजुनी सेवन गुरु प्रसाद आद सच जुगाल सच है भी सच नानक हो से भी सच। जाति पात से बड़ा धर्म है, जाति पात से बड़ा धर्म है, धर्म ध्यान से बड़ा कर्म है, कर्म कांड से बड़ा मर्म है। അവിടുത്തെ പൂജാ സമയത്ത് ഇങ്ങനെ തലയിൽ കൂടെ ഷോൾ ഇട്ട് മാത്രമേ ഇരിക്കാവൂ. നമുക്ക് ഈ വിശ്വാസങ്ങളൊന്നും जी सहाय खालसा जी के बोल वाले बोलो जी वाहिगुरु। सूही महला पंजवा। गुरु अपने ऊपर बल जाइए, आठ पहर हर हर जस। बोले सोनिहाल सत श्री अकाल। और हमारे बीच जो पाठ संपूर्ण किए, जो അവരുടെ പ്രസാദമാണ് ഈ തരുന്നത്. നെയ്യിലാണ്. അവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനാണ്. എന്തോ അവിടെ നല്ലതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല വിശ്വാസങ്ങളും എല്ലാം ഉള്ളതാണ്. പഞ്ചാബുകാരുടെ പിന്നെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ തറയിലിരുന്ന് മാത്രമേ ഫുഡ് കഴിക്കാവൂ. അവർ നല്ലവണ്ണം ഷീറ്റെല്ലാം വിരിച്ചിട്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് അടുക്കും ചിട്ടയോടുകൂടി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി പാത്രവും എല്ലാം കൊണ്ടുവച്ചു. എൻ്റെ ഷോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നുണ്ട്. പിന്നെയും അവർ പറയുന്നുണ്ട് തലയിൽ തുണിയിട്ട് മാത്രമേ ഇരിക്കാവൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം കൂടെ വലിച്ചു കയറ്റി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു.
നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പഞ്ചാബി സ്റ്റൈലിൽ അവരുടെ നെയ്യ് തന്നെയാണ്, അവർ വീട്ടിലൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ്. എല്ലാം നെയ്യിൽ ചെയ്ത കറികളും എല്ലാം ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. സലാഡ്, പൂരി, വെജിറ്റബിൾ കറി, കോളിഫ്ലവർ വെജിറ്റബിൾ, ബാസ്മതി റൈസിൻ്റെ ഗീ റൈസ്, അതും നെയ്യിൽ ചെയ്തത് തന്നെയാണ്. പിന്നെ ജിലേബി അടക്കം അത് നെയ്യിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പായസം, ഗീർ, അത് പിന്നെ പനീർ കറി, ഇതിനെല്ലാം പിന്നെ ഗീയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈഹു കുട്ടനായി നിന്ന് ചിരിക്കുന്നതൊക്കെ അവനെയും കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെയൊക്കെ. പോയി കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്കിങ്ങനെയൊക്കെ കാണാമല്ലോ ഈ വീഡിയോയിലൂടെയൊക്കെ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഈ വീഡിയോ. താങ്ക്